അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. താരീഖിലെ 4ാം ക്ലാസ്സിലെ താരീഖിലെ അവസാനത്തെ പാഠമാണ്. എട്ടാമത്തെ പാഠം, പരീക്ഷയ്ക്ക് 8 പാഠമുള്ളത്. എട്ടാമത്തെ പാഠമാണ് ആകാശാരോഹണം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാൻ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ 2 കാര്യങ്ങളുള്ളത്. ഒന്ന് ഇസ്രാ എന്താന്ന് പറയുന്നുണ്ട്, അതേപോലെ അതേപോലെ മിഅ്റാജ് എന്താന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കഅബയിലുള്ള മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. ഈ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ ആകാശലോകത്തേക്ക് പോയി. അപ്പോൾ മസ്ജിദുൽ ഹറം എന്ന് തുടങ്ങി മസ്ജിദുൽ ഹറം എന്ന് മസ്ജിദുൽ അഖ്സയിൽ എത്തിയതിന് ഇസ്രാ എന്നും ഈ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശത്തേക്കുള്ളതിന് മിഅ്റാജ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ പാഠം. നമുക്കിതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ആകാശാരോഹണം. ഈ ചിത്രം കണ്ടൂലേ? ഇതിൽ സ്വർണ്ണ നിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിലാണ് എന്തുള്ളത്? ഓക്കെ, ഈ ചിത്രം കണ്ടില്ലേ? സ്വർണ്ണ നിറത്തിലുള്ള ഈ കുബ്ബയുടെ ഉള്ളിലാണ് എന്തുള്ളത്? ഒരു പാറയുള്ളത്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലാണ് ഈ പാറയുള്ളത്. ആകാശലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോഹണം നടത്തിയത്, കയറിപ്പോയത് ഈ പാറയിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ് മിഅ്റാജ്, എന്താണ് ഇസ്രാ എന്നുള്ളതാണ്. മസ്ജിദുൽ ഹറമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മസ്ജിദുൽ അഖ്സയിലെത്തി. ഈ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാം. ഞാൻ പറഞ്ഞു, മസ്ജിദുൽ ഹറമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലെത്തി. ഈ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയും. ശേഷം ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിബിതങ്ങൾ എന്ത് ചെയ്തു? ആകാശലോകത്തേക്ക് കയറിപ്പോയി. ഇവിടെ നിന്ന് ഈ പാറയിൽ നിന്ന് നിബിതങ്ങൾ ആകാശലോകത്തേക്ക് കയറിപ്പോയി. ഇതിനെ മിഅ്റാജ് എന്നും പറയും. ഓക്കെ, പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലാണ് ഈ യാത്ര ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ജിബ്രീൽ അലൈഹി സ്വലാമും നിബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ശേഷം ഈ യാത്രയിൽ നിബിതങ്ങളെ സ്വീകരിക്കാൻ മസ്ജിദുൽ അഖ്സയിൽ മുൻകാല പ്രവാചകന്മാരുണ്ടായിരുന്നു. അഥവാ നിബിതങ്ങൾ മക്കയിൽ നിന്ന് പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിലെത്തിയ സമയത്ത് അവിടെ നബിയെ സ്വീകരിച്ചത് മുൻകാല പ്രവാചകന്മാരായിരുന്നു. മഹാനായ ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി അടങ്ങുന്ന മുൻകാല പ്രവാചകന്മാർ. അവർക്കെല്ലാം ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്തേക്ക് അതേപോലെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത്. ഇതിൽ അള്ളാഹുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ 5 വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാക്കി തരികയും ചെയ്തു. മിഅ്റാജ് രാവിന്റെ അന്നാണ് 5 വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഓക്കെ, ഇതേ രാത്രിയിൽ തന്നെ വിധങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. നബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27 രാവിലാണ് റജബ് 27 രാവിലാണ് ഈ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടാവുന്നത്. നബുവത്തിന്റെ 11ാം വർഷമാണ്. ഓക്കെ, ഇത്രയുള്ള പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ കഅബയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ എത്തുകയും തുടർന്ന് അവിടുന്ന് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആകാശാരോഹണം നടത്തുകയും ചെയ്ത കഥയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. നബുവത്തിന്റെ 11ാം മാസം റജബ് 27 രാവിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിൽ എത്തിയ സമയത്ത് അവിടെ നബിയെ സ്വീകരിച്ചത് മുൻകാല പ്രവാചകന്മാരായിരുന്നു. അവരുടെ ഇമാമായി നിബിതങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കൂടെ യാത്ര പുറപ്പെട്ടത് ബുറാക്കിലായിരുന്നു. വളരെ സിമ്പിൾ പാഠമാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായി ഏറ്റവും പ്രധാനമുള്ള ഒരു പാഠം കൂടെയാണ്. നന്നായി പഠിക്കുക, നന്നായി വായിക്കുക, മുൻകാല പാഠങ്ങൾ വായിച്ചു നോക്കുക. പരീക്ഷയ്ക്ക് ഒരുങ്ങട്ടോ. അസ്സലാമു അലൈക്കും.